ഭാരതത്തെ 16 രാജ്യങ്ങളായി ഭാഗിക്കണമെന്ന നിലപാട് തന്നെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജക് ജയനന്ദകുമാർ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്ര ഗ്രന്ഥത്തിലെ ആദ്യ അധ്യായം ധാക്കയിലെ സൂര്യോദയം എന്ന പേരിലായിരുന്നു എന്നതും നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയും അഭിപ്രായപ്പെട്ടു. കേസരി ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. രാജ്യത്തെ 16 പരമാധികാര രാജ്യങ്ങളായി വിഭജിക്കണമെന്ന നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ നിലപാടിൽ തന്നെ ഇപ്പോഴും പ്രസ്ഥാനം തുടരുന്നുണ്ടോ എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. രാജ്യത്തെ രണ്ടായി വിഭജിക്കാനുള്ള നീക്കങ്ങൾ ഇന്നും ശക്തമെന്നും പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജയനന്ദകുമാർ പറഞ്ഞു. ഭാരതം 16 അതിലധികമോ ദേശീയതകളുടെ സങ്കര സംയുക്തമാണ് എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പദവി ഇരുന്നുകൊണ്ട് അതിനപ്പുറത്ത് അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടാൻ കാലമായപ്പോഴാണ് ഭാരതത്തിൽ നിന്ന് വേർപെട്ടു പോകാനുള്ള അധികാരം ഇവിടുത്തെ ഈ 16 അതിലധികമോ വരുന്ന ദേശീയതകൾക്കുണ്ട് എന്ന് ഒരു പ്രത്യയശാസ്ത്രം പ്രഖ്യാപിച്ചത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രഖ്യാപിച്ചത്. ധാക്കയിലെ സൂര്യോദയം എന്ന ആദ്യ അധ്യായം ഉൾപ്പെടുത്തിയാണ് മുസ്ലിം ലീഗിന്റെ ചരിത്ര പുസ്തകം എഴുതപ്പെടുന്നത്. ഏകഭാരതം ആശയത്തെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ കാലങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതെന്നും കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. ധാക്കയിലെ സൂര്യോദയം എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് 1906 കുറിച്ചാണ്. വിഭജനത്തിന് വിത്തുപാകിയ സർവേന്ത്യ ലീഗിന്റെ തുടക്കം കുറിച്ച ആ സംഭവത്തെയാണ് ധാക്കയിലെ സൂര്യോദയം എന്ന് എഴുതിയിട്ടുള്ളത്. അത് പിന്നെ അങ്ങോട്ട് പോയാൽ ഞാൻ അതിനെയൊന്നും രാഷ്ട്രീയമായി വിമർശിക്കുന്നില്ല. ഇന്ത്യ വിഭജനത്തെ പറ്റി പറഞ്ഞു. ഇന്ത്യ വിഭജനം എന്ത് വിഭജനം? ബ്രിട്ടീഷുകാർ കരം പിരിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്ത ഒന്നിനെയാണ് രണ്ടായപ്പോൾ വിഭജനം എന്ന് പറയുന്നത്. അത് നാടിനെ വെട്ടിമുറിച്ചു എന്ന് പറയുന്നതാണ്. ഇത് ഇങ്ങനൊരു പുസ്തകം ഇറക്കി 20 കൊല്ലമായി. എൻ്റെ പുതിയ എഡിഷൻ വന്നപ്പോൾ അതിൻ്റെ എന്താ ഉണ്ടാകാന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രാജ്യത്തെ ഒറിജിനലാണുള്ളത്. അപ്പൊ വിഭജനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട് 1906 എവിടെ നിന്നോ അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാതെ കാര്യങ്ങളെ കാണുന്നവര് അവരൊക്കെ ആർക്കും അൺടച്ചബിൾസ് അല്ല, അവരൊക്കെ വാഴ്ത്തപ്പെടുന്നവരാണ്. കേസരി സംഘടിപ്പിച്ച ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവ് മാധ്യമങ്ങളുടെ ദേശവിരുദ്ധതയും അക്കാദമികളിലെ ദേശവിരുദ്ധതയുടെ പ്രചരണവും 2 സെഷനുകളിലായി ചർച്ച ചെയ്യും. കേസരി ചീഫ് എഡിറ്റർ ഡോക്ടർ N.R. മധു, മുൻ അംബാസിഡറും കേസരി കോൺക്ലേവ് ചെയർമാൻ T.P. ശ്രീനിവാസൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.